ഈ ബെൽറ്റ് എന്തിനാ കെട്ടണ്? അതായത് നമ്മള് ഇതുപോലുള്ള ഹെവി ലിഫ്റ്റുകൾ, ഇപ്പൊ ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട് ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രീത്ത് നമ്മൾ എത്ര ശ്രമിച്ചാലും ബ്രീത്ത് ഹോൾഡിങ് വരും. എത്ര നമ്മൾ പൊക്കുമ്പോൾ എയർ കുറേശ്ശെ വിട്ടുകൊടുക്കുന്നു, താഴ്ത്തുമ്പോൾ എയർ എടുക്കുന്നു എന്ന മെത്തേഡ് നമ്മൾ അവലംബിക്കുമ്പോൾ പോലും സ്ട്രഗിൾ ചെയ്യുന്ന സെറ്റാണെങ്കിൽ അവിടെ നമ്മൾ അറിയാതെ തന്നെ ഒരു പക്ഷേ ബ്രീത്ത് ഹോൾഡിങ് വരും. ഈ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ അബ്ഡോമിനൽ മസിലുകൾ നമ്മൾ എന്താ പറയാ ഉള്ളിലോട്ട് ഡ്രോയിങ് ഇൻവേർഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുള്ളിങ് ഇൻവേർഡ് ചെയ്യാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ആ സ്ട്രഗിളിൽ. അപ്പൊ ഇതെന്താവും? ഇത് ലൂസ് ആവും. അങ്ങനെ വരുമ്പോ ഒരു ബെൽറ്റിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അബ്ഡോമിനൽസ് എന്താ പറയാ സ്ട്രെച്ച് ആവാനും ചുരുങ്ങാനുള്ള ചാൻസ് കുറച്ച് കുറയ്ക്കും. അത് ഫേമായി നിൽക്കുമ്പോൾ ഉള്ളിൽ ഉള്ള പ്രഷർ അതിന്റെ ചുറ്റും ഒരു വലയം സൃഷ്ടിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബെൽറ്റ് ഉപയോഗിക്കുമ്പോൾ പൊതുവെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വെയിറ്റ് എടുക്കാൻ പറ്റും. ആ ഇൻട്രാ അബ്ഡോമിനൽ തൊറാസിക് പ്രഷർ എന്നുള്ളത് ആ കാവിറ്റികളിലൊക്കെ തന്നെ ഫോം ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ബ്രീത്ത് ഹോൾഡിംഗ് കൂടി നടത്തുകയാണെങ്കിൽ വാൽസാൽവിയ മെനൂവർ ആ ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സപ്പോർട്ടീവ് ആണ്. എന്ന് പറഞ്ഞാൽ ബെൽറ്റിന്റെ സപ്പോർട്ട് ഒരു ഭാഗത്ത്, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻട്രാ അബ്ഡോമിനൽ തൊറാസിക് പ്രഷർ ഒരു വലയം പോലെ നിൽക്കുമ്പോൾ നമ്മുടെ വെർട്ടിബ്രൽ കോളം കുറേ കൂടി ഫേമാവും, മസിലുകൾ കുറേ കൂടി ഫേമാവും, അതൊക്കെ ഒരു സപ്പോർട്ടീവ് ആവും. നമ്മുടെ ഏത് മസിലുകൾ? കോർ മസിലുകൾ.